ഗഡ്കരിജി, ജനങ്ങൾ പറയുന്നത് താങ്കൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി മണി മേക്കിംഗ് മെഷീനായാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. ടോളിനെ കുറിച്ചാണ് അവർ പറയുന്നത്. എന്താണ് അതിന് മറുപടി? നോക്കൂ, ഇന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ എനിക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെയും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. ഞാൻ അവരോട് തിരികെ ചോദിച്ചത് ഇതാണ്: നിങ്ങൾ എന്തിനാണ് 5 സ്റ്റാർ ഹോട്ടലിൽ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത്? എന്തുകൊണ്ട് ഇത് നിങ്ങൾ രാംലീല മൈതാനിയിൽ ചെയ്തില്ല? താങ്കളും ഒരു കസേര അവിടെ ഇട്ട് ഞാനും ഒരു കസേര ഇട്ട് നമ്മൾ ഒരു ചായ കുടിച്ച് സംസാരിച്ചാലും ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കുമല്ലോ പറയുന്നത്. താങ്കൾ തന്നെ എന്തിനാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത്? എന്താ, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ശബ്ദം വേണം. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള മൈക്കും വേണം. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ പണം മുടക്കാനും തയ്യാറാണ്. അതുപോലെ തന്നെയാണ് ടോളും. ഞാൻ പറയാം, ദില്ലിയിൽ നിന്ന് മുംബൈ വരെ പോകാൻ നേരത്തെ 9 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോൾ വെറും 2 മണിക്കൂർ മതി. അതായത് 7 മണിക്കൂർ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇന്ധനം നിങ്ങൾ ലാഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ലാഭിച്ചിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് പോലെ ടോളൊന്നും പിരിക്കാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ച് മാത്രം ഈ രാജ്യത്തെ റോഡുകളും പാലങ്ങളും പണിഞ്ഞാൽ മതിയായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഈ ബന്ദ്ര വെർളി-പാലം പണി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഡെറാഡൂൺ വരെ വെറും 2 മണിക്കൂർ പോകാൻ കഴിയുന്ന വിധം റോഡുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ദില്ലിയിൽ നിന്നും അമൃത്സർ വരെ 12 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോൾ 4 മണിക്കൂറിൽ പോകാൻ കഴിയുന്നു. ദില്ലിയിൽ നിന്നും ജമ്മു കാശ്മീരിലെ കത്ര വരെ 14 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോൾ അതും 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. ബാംഗ്ലൂർ മൈസൂർ 3.5 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോൾ 1 മണിക്കൂർ മതി. ബാംഗ്ലൂർ ചെന്നൈ 5 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂർ മതി. ദില്ലിയിൽ നിന്നും ജയ്പൂർ വരെ 5 മണിക്കൂറിൽ കൂടുതൽ വേണമായിരുന്നു. ഇപ്പോൾ 2-2.5 മണിക്കൂർ മതി പുതിയ എക്സ്പ്രസ് ഹൈവേ വഴി. അതായത് നിങ്ങളുടെ സമയവും ലാഭിക്കുന്നുണ്ട്, ഒപ്പം നിങ്ങളുടെ ഇന്ധനച്ചെലവും ലാഭിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും ഈ കാര്യം നന്നായി ഓർക്കണം. എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ എനിക്ക് ഈ റോഡുകളും ഫ്ലൈ ഓവറുകളും പാലങ്ങളും ഒന്നും പണിയാതിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ PPP മോഡലിൽ ടോൾ പിരിവോടുകൂടി റോഡുകളും പാലങ്ങളും രാജ്യം മുഴുവൻ ഉണ്ടാക്കാം. നോക്കൂ, ദില്ലിയിൽ മാത്രം ട്രാഫിക് കുരുക്കില്ലാതാക്കാൻ ഞാൻ 68,000 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ദില്ലിയിൽ മാത്രം. ഇപ്പോൾ തന്നെ ഡൽഹിയിലെ പെരിഫറൽ റിംഗ് റോഡ്, അത് ഞാൻ ചെയ്തില്ല എന്ന് കരുതുക. നിങ്ങൾക്ക് വീട്ടിൽ പോലും പോകാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്കായിരിക്കും ഡൽഹിയിൽ. ഇതൊക്കെ നിർമ്മിക്കണമെങ്കിൽ, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ PPP മോഡലിൽ പണം കണ്ടെത്തി മാത്രമേ ചെയ്യാൻ കഴിയൂ. അതിന് ടോൾ നിങ്ങൾ നൽകണം. കാരണം ഓരോ പദ്ധതികൾക്കും കുറഞ്ഞത് 10,000 കോടി രൂപയെങ്കിലും വേണം. നോക്കൂ, ദ്വാരക എക്സ്പ്രസ് ഹൈവേക്ക് മാത്രം 8,500 കോടി രൂപയാണ് ഞാൻ ചിലവാക്കുന്നത്. ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ 1,00,000 കോടി രൂപയാണ് അതിൻ്റെ ചിലവ്. ദില്ലി ജയ്പൂർ റോഡ് ഇപ്പോൾ 2,000-ലധികം കോടി രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. സർ, ജനങ്ങൾ പറയുന്നത് 2,000 കോടി രൂപയുടെ റോഡിന് 2,000 കോടി രൂപ ടോൾ പിരിച്ചു കഴിഞ്ഞാൽ പിന്നെങ്കിലും ആ ടോൾ പിരിവ് നിർത്തിക്കൂടെ എന്നാണ്. നോക്കൂ, ഇതൊക്കെ നിങ്ങളുടെ തെറ്റായ ചിന്തയാണ്. ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയാണ് ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ റോഡ് വികസനത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നത്. അവിടെ നിന്ന് ടോളിൽ ഞങ്ങൾക്ക് 1000 കോടി രൂപ പോലും തിരികെ ലഭിക്കുന്നില്ല. അത് നിങ്ങൾക്കറിയുമോ? നോക്കൂ, കാശ്മീരിൽ മാത്രം 2 ലക്ഷം കോടി രൂപയുടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഈ 2 ലക്ഷം കോടി രൂപ ടോൾ വഴി തിരിച്ചു കിട്ടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും സംഭവ്യമല്ല. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ തിരക്കുകളുള്ള ഡൽഹി, മുംബൈ, കൊൽക്കത്ത മേഖലയിലുള്ള റോഡുകളിൽ നിന്ന് ലഭിക്കുന്ന ടോൾ ഉണ്ടല്ലോ, ആ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിലും ജമ്മു കാശ്മീരിലും ഒറീസ പോലെയുള്ള മേഖലകളിലും ട്രൈബൽ മേഖലകളിലും ഒക്കെ ചെയ്യുന്നത്. ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് ഗംഗയിൽ എത്ര പാലങ്ങളുണ്ടായിരുന്നോ അതിനേക്കാൾ കൂടുതൽ പാലങ്ങൾ, അതിൻ്റെ ഇരട്ടി പാലങ്ങൾ എൻ്റെ കാലഘട്ടത്തിൽ മാത്രം ഗംഗയിൽ ഞാൻ പണിതിട്ടുണ്ട്. ഓരോ പാലത്തിനും 2,000 കോടി, 3,000 കോടി, 4,000 കോടി, 5,000 കോടി രൂപയാണ് ചിലവ്. ടോൾ വാങ്ങുന്നത് ഒന്ന് ട്രക്കിൽ നിന്നാണ്, പിന്നെ ടെമ്പോയിൽ നിന്നോ കാറിൽ നിന്നുമാണ് വാങ്ങുന്നത്. അല്ലാതെ ബൈക്ക് ഓടിക്കുന്നവരിൽ നിന്നോ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരിൽ നിന്നോ പിന്നെ കർഷകർക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രാക്കിൽ നിന്നോ ടോൾ ഈടാക്കുന്നില്ല. ടോൾ ഈടാക്കുന്നത് പണമുള്ളവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതായത് നല്ല റോഡുകൾ വരുമ്പോൾ ആർക്കാണോ പെട്രോൾ ഡീസൽ ലാഭമുണ്ടാകുന്നത് അവരിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ടോൾ ഈടാക്കുന്നതും. ഇപ്പോൾ താങ്കൾക്ക് തന്നെ ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് നാളെ പോകണമെന്ന് കരുതുക. 9 മണിക്കൂർ മുമ്പ് വേണമായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയുന്നു. താങ്കളുടെ സമയത്തിന് എത്രയോ വിലയുള്ളതാണ്. താങ്കൾക്ക് അത്രയും സമയം ഈ പുതിയ റോഡ് കാരണം ലാഭം ലഭിക്കുന്നുണ്ട്. അതായത് നല്ല സർവീസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. തീർച്ചയായും നല്ല സർവീസുകൾക്ക് കൂടുതൽ പണം മുടക്കേണ്ടി വരും. നോക്കൂ, ദില്ലിയിൽ നിന്നും മീററ്റ് വരെ നേരത്തെ 2.5 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോൾ 45 മിനിറ്റിൽ ആളുകൾ പോയി വരുന്നു. ഡൽഹിയിലെ ഏതാണ്ട് എല്ലാ പത്രക്കാരും ജീവിക്കുന്നത് അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ ആ മേഖലയിലാണ്. അവിടെ നിന്ന് അവർക്ക് വളരെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് ഇപ്പോൾ വന്നു പോകാൻ കഴിയുന്നുണ്ട്.
ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് വന്നിരുന്നത്, എത്ര സമയം എടുത്തിരുന്നതെന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ മന്ത്രിയായതിനു ശേഷം ഇപ്പോൾ എങ്ങനെയാണ് യാത്ര എന്ന് ചോദിച്ചു നോക്കൂ. എത്രത്തോളം എളുപ്പമായിരിക്കുന്നു. മാറ്റങ്ങളുണ്ട്. നല്ല സർവീസ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ കൂടുതൽ പണം മുടക്കേണ്ടി വരും. ഈ 14 ലൈൻ റോഡ് ജനങ്ങളുടെ നികുതി കൊണ്ടാണ് പണിഞ്ഞതെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, PPP മോഡലിലാണ് പണിഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും 8.5% പലിശ നിരക്കിൽ അവർക്ക് പണം തിരികെ കൊടുക്കേണ്ടതുണ്ട്. അതിന് ടോൾ പിരിക്കാതെ മറ്റെന്തു മാർഗമാണുള്ളത്? നിങ്ങൾ AC ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയാണോ തേർഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത്? AC ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും. അതിന് നിങ്ങൾ കൂടുതൽ പണവും കൊടുക്കുന്നുണ്ട്. എന്നാൽ തേർഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ സൗകര്യങ്ങൾ ലഭിക്കില്ല. അവിടെ കുറച്ച് പണം മതി. നമ്മൾ ഇങ്ങനെ PPP മോഡലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് നമ്മുടെ റോഡിൻ്റെ നിലവാരം ഉയരുന്നത്. ഇന്ന് അമേരിക്കൻ നിലവാരത്തിൽ ഭാരതത്തിൽ റോഡുകൾ എത്തിയിരിക്കുന്നു. പലരെയും ഇൻവൈറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യിക്കുകയും ഈ BOT മോഡലിൽ നമ്മൾ റോഡുകൾ നിർമ്മിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഓരോ ആളുകൾ 2000 കോടി 3000 കോടി 4000 കോടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ബാങ്ക് അവരിൽ നിന്നും പലിശ ഈടാക്കുന്നുണ്ട്. സാർ, ചിലർ പറയാറുണ്ട്, എന്തുകൊണ്ട് GST പോലെ എല്ലാ വാഹനങ്ങൾക്കും വർഷത്തിൽ ഒരു തവണ ഒറ്റ ടോൾ എന്ന രീതിയിൽ ഏർപ്പെടുത്തിക്കൂടാ എന്ന്. അതൊരിക്കലും സംഭവ്യമായ കാര്യമേ അല്ല. കാരണം ചില ആളുകൾ എല്ലാ ദിവസവും വണ്ടിയുമായി രാജ്യം മുഴുവൻ കറങ്ങുന്നവരാണ്. ചില ആളുകൾ മാസത്തിലൊരിക്കൽ മാത്രം വാഹനം ഉപയോഗിക്കുന്നവരാണ്. എങ്ങനെയാണ് എല്ലാവരിൽ നിന്നും ഫിക്സഡ് എമൗണ്ട് വാങ്ങാൻ കഴിയുന്നത്? അതൊരിക്കലും സംഭവ്യമായ കാര്യമേ അല്ല. നോക്കൂ, ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ടോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല യാത്രാ സൗകര്യം നൽകുന്നതിനുള്ള നല്ല റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നല്ല സുരക്ഷിതമായ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സേഫ്റ്റിയോടെയുള്ള റോഡ് നിർമ്മാണത്തിന് വേണ്ടിയുള്ളതാണ്. നോക്കൂ, ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി മേഖലയിൽ 70% 80% റോഡുകൾ നിർമ്മിച്ചത് എൻ്റെ കാലത്താണ്. നോക്കൂ, അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ മുൻകാലങ്ങളെ അപേക്ഷിച്ച് 2 ഇരട്ടി 3 ഇരട്ടി സഞ്ചാരികളാണ് ആ മേഖലയിലേക്ക് പുതുതായി വന്നത്. എന്തുകൊണ്ടാണ്? നല്ല റോഡുകൾ ഉണ്ടായതുകൊണ്ടാണ്. അവസാനം തിരക്ക് കൂടിയതുകൊണ്ട് ഉത്തരാഖണ്ഡ് സർക്കാരുകൾക്ക് ഇവരെ തടയേണ്ടി വന്നു. വിനോദസഞ്ചാരികളാണെങ്കിലും ഭക്തരാണെങ്കിലും ഒരു മേഖലയിലേക്ക് കൂടുതൽ എത്തുമ്പോൾ സ്വാഭാവികമായും ആ മേഖലയിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നത്. അതിൻ്റെ ഗുണം ആ സംസ്ഥാനത്തിനാണ് ഉണ്ടായത്. സംസ്ഥാനത്തിന് ഗുണമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി തന്നെയാണ്. ഇതുകൊണ്ട് മാത്രം 49% അവിടെ തൊഴിൽ വർധന ഉണ്ടായെന്നാണ് പറയുന്നത് ഉത്തരാഖണ്ഡിൽ. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി മേഖലയിലേക്ക് ജനം ഒഴുകിയെത്തുകയാണ്. ഇപ്പോൾ ഒളിയിൽ തന്നെ ഞങ്ങൾ ഐസിൻ്റെ പുറത്തോട്ടുള്ള സ്കേറ്റിംഗ് സ്പോർട്സ് ഉണ്ടല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാവരും പോകുന്ന സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ഉണ്ടല്ലോ, അതിനേക്കാൾ നല്ല രീതിയിലാണ് ഒളിയിൽ നമ്മൾ ഐസ് സ്കേറ്റിംഗ് തയ്യാറാക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിനോദസഞ്ചാരികളായി കൂടുതൽ ആളുകൾ അങ്ങോട്ടെത്തുമ്പോൾ വിമാനത്താവളങ്ങൾ ഉണ്ടാകും, വിമാനങ്ങളുടെ എണ്ണം വർദ്ധിക്കും, പുതിയ ഹോട്ടലുകൾ വരും, റെസ്റ്റോറൻറ്റുകൾ വരും. അവിടെയെല്ലാം പുതിയ പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടാകും. സംസ്ഥാനത്തിൻ്റെ GDPയും ഉയരുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് അവിടേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന രീതിയിലുള്ള നല്ല റോഡുകളാണ്. സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടോ എന്ന് നമുക്ക് നോക്കിയിരിക്കാനാകില്ല. പണം കണ്ടെത്തി ഇത്തരം നിർമ്മാണങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യം തന്നെയാണ് വളരാൻ പോകുന്നത്. ഓക്കെ സാർ, സമ്മതിച്ചിരിക്കുന്നു. ടോൾ എന്തായാലും ഞങ്ങൾ നൽകേണ്ടി വരും. പക്ഷേ ഇത്രയും ടോൾ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല റോഡുകൾ തരണ്ടേ സാർ? എന്തുകൊണ്ടാണ് റോഡുകളിൽ കുഴികൾ ഉണ്ടാകുന്നത്? അതിനെന്താണ് താങ്കൾക്ക് മറുപടി പറയാനുള്ളത്? നോക്കൂ, നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ റോഡിലും കുഴിയൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, അതുപോലും ഈ കഴിഞ്ഞ 3 മാസങ്ങളിൽ ഉണ്ടായതാണ്. കാരണം കഴിഞ്ഞ 3 മാസങ്ങളിൽ രാജ്യത്താകെ അപാരമായ മഴയായിരുന്നു. നോക്കൂ, ഈ ജൂണിന് മുമ്പ് തന്നെ റോഡിൻ്റെ തകരാറിനെക്കുറിച്ച് ഒരു വാർത്ത പോലും വന്നിരുന്നില്ല. മഴ കൂടുതലുള്ള സാഹചര്യങ്ങളിൽ വെള്ളപ്പൊക്കം കാരണം റോഡുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ ഒരുപക്ഷെ കുറച്ച് കൂടുതലുണ്ടായിട്ടുണ്ടാവാം. ഞങ്ങളതിനെ വളരെ സീരിയസായി തന്നെയാണ് കാണുന്നത്. നമ്മൾ ഈ രാജ്യത്ത് നിർമ്മിക്കുന്ന എല്ലാ റോഡുകൾക്കും കുറഞ്ഞത് 5 വർഷം ഗ്യാരണ്ടി ആ കോൺട്രാക്ടർ നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ റോഡിന് ഡാമേജ് ഉണ്ടായാൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവർക്കാണ് അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന റോഡുകളിൽ ഭൂരിഭാഗവും ബിറ്റുമിൻ റോഡാണ് നിർമ്മിക്കുന്നത്. ബിറ്റുമിനും മഴയും തമ്മിൽ ഒരിക്കലും ചേരില്ല. ലോകത്ത് എവിടെയൊക്കെ ബിറ്റുമിനിൽ റോഡുകൾ ഉണ്ടാക്കുന്നുണ്ടോ അവിടെയെല്ലാം നല്ല മഴയുണ്ടായാൽ തീർച്ചയായും റോഡുകൾ നശിക്കും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് ടോപ്പിംഗ് ചെയ്യേണ്ടതുണ്ട്. നോക്കൂ, എൻ്റെ മണ്ഡലമായ നാഗ്പൂരിൽ എല്ലാ റോഡുകളും ഞാൻ കോൺക്രീറ്റ് ടോപ്പിംഗ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ എല്ലായിടത്തും കോൺക്രീറ്റ് ടോപ്പിംഗ് ചെയ്തിട്ട് റോഡ് ചെയ്യാൻ പറഞ്ഞാൽ അവർ പറയും, നിങ്ങൾ കോൺക്രീറ്റ് റോഡുകൾ ചെയ്യുന്നത് കൊണ്ട് വെള്ളം ഭൂമിയിലേക്ക് താഴുന്നില്ല, അതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെയും പ്രശ്നമുണ്ട്. എല്ലായിടത്തും കോൺക്രീറ്റ് റോഡുകൾ ചെയ്താൽ ഈ കുഴികളൊന്നും ഉണ്ടാകില്ല. പക്ഷേ എല്ലായിടത്തും കോൺക്രീറ്റ് റോഡുകൾ ചെയ്യാൻ പല പ്രശ്നങ്ങൾ കാരണം കഴിയുന്നുമില്ല. സാർ, താങ്കളുടെ ഒരു പ്രസ്താവനയിൽ ചില കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്നും 60 കിലോമീറ്റർ ദൂരം വരെ നിങ്ങൾക്ക് ടോൾ ഏർപ്പെടുത്തില്ല എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. പക്ഷേ താങ്കൾക്ക് പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ 60 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് 2 ടോളുകൾ ഈടാക്കുന്നുണ്ടെങ്കിൽ അതിൽ 1 തിരികെ തരുന്ന രീതിയിൽ നിയമത്തിൽ മാറ്റം വരുത്തുമെന്നാണ്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ
പല സ്ഥലത്തും പല കമ്പനികളാണ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ആ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഏതാണ്ട് 1000-ലധികം കോടി രൂപ സർക്കാർ അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതെനിക്ക് പിൻവലിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പക്ഷേ മറ്റൊരു പരിഹാര മാർഗം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 4 മാസത്തിനുള്ളിൽ സാറ്റലൈറ്റ് ബേസ്ഡ് ടോൾ സിസ്റ്റം വരാൻ പോവുകയാണ്. അതായത് ടോൾ പിരിക്കുന്ന റോഡിൽ നിങ്ങളുടെ വാഹനം എവിടെ നിന്നാണോ ആ റോഡിലേക്ക് കയറിയത് അപ്പോൾ സാറ്റലൈറ്റ് വഴി ഫാസ്ടാഗ് സ്കാൻ ചെയ്യും. എപ്പോഴാണോ ആ റോഡിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ആവുന്നത് അപ്പോഴും സാറ്റലൈറ്റ് വഴി സ്കാൻ ചെയ്തിട്ട് എത്ര കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്തു അത്രയും കിലോമീറ്ററിനുള്ള ടോൾ മാത്രമേ പിരിക്കുകയുള്ളൂ. ആദ്യം കട്ടാവുന്ന പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ എക്സിറ്റ് ആവുമ്പോൾ തിരികെ വരും. ആ രീതിയിലാണ് നമ്മൾ പുതിയ ഉപഗ്രഹ ബേസ്ഡ് ടോൾ സിസ്റ്റം തയ്യാറാക്കിയിരിക്കുന്നത്. അത് 4 മാസത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് തുടങ്ങാൻ പോവുകയാണ്. ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഗുണവും കൂടിയുണ്ട്. ടോൾ ബൂത്ത് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് റോഡിൽ നിൽക്കേണ്ടിയും വരുന്നില്ല. സാധാരണ ജനങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ടോളെല്ലാം പിരിക്കുന്നത്. നേതാക്കൾക്കും മന്ത്രിമാർക്കും എന്തുകൊണ്ട് ടോൾ നൽകേണ്ടി വരുന്നില്ല? നോക്കൂ, മന്ത്രിമാർക്ക് മാത്രമല്ല, ഈ രാജ്യത്ത് ആംബുലൻസിനും ടോൾ നൽകേണ്ടി വരുന്നില്ല. അതെ, എനിക്കറിയാം. ഏതാണ്ട് 26 വിഭാഗങ്ങളെ ടോളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചാൽ അതല്ല, നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് ടോൾ? എന്തിനാണ് ഈ VVIP കൾച്ചർ? നോക്കൂ, ടോൾ ബൂത്തുകളിൽ അവർക്ക് പണം കൊടുക്കാതെ അല്ലെങ്കിൽ അവിടെ നിർത്താതെ പോകുന്നത് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ പറയുന്ന MLA മാരും MP മാരും മന്ത്രിമാരും ഒക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ഒരേ ആളിന് തന്നെയല്ലല്ലോ ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നത്. ആരെയാണോ ജനം തിരഞ്ഞെടുക്കുന്നത്, MLA ആക്കുന്നത്, MP ആക്കുന്നത്, മന്ത്രിയാക്കുന്നത്, അവർ മാറിക്കൊണ്ടേയിരിക്കും. അവർക്കാണ് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നത്. താങ്കളുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് ഞങ്ങൾ ജനങ്ങളുടെ സേവകരാണെന്നാണ്. അങ്ങനെ സേവ ചെയ്യാൻ വരുന്നവരെന്തിനാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഈടാക്കുന്നതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അരേ ബാബാ, നിങ്ങൾ പുലിയാണെങ്കിലും കടുവയാണെങ്കിലും ജീവിക്കാൻ ഭക്ഷണം വേണ്ടേ? എൻ്റെ അഭിപ്രായത്തിൽ നേതാക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ച് പൊറിപ്പിക്കാനും പാടില്ല. നിങ്ങൾക്കറിയുമോ എൻ്റെ വീട്ടിൽ ഒരു ദിവസം എത്ര ചായ ഉണ്ടാക്കുന്നുണ്ടെന്ന്? എൻ്റെ വീടിനോട് ചേർന്ന് ജനസമ്പർക്ക കാര്യാലയമുണ്ട്. അവിടെ ദിവസവും 5000-ഓളം ജനങ്ങളാണ് എന്നെ കാണാൻ വരുന്നത്. 35 ലിറ്റർ മുതൽ 50 ലിറ്റർ വരെ പാലാണ് ചായ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം ചെലവഴിക്കുന്നത്. നാഗ്പൂരിലുള്ള എൻ്റെ വീട്ടിലാണെങ്കിലും ഡൽഹിയിലുള്ള വസതിയിലാണെങ്കിലും എന്നെ കാണാൻ വരുന്നവരിൽ പലർക്കും ഞാൻ ഭക്ഷണം നൽകാറുണ്ട്. താങ്കളെ കാണാൻ ഇത്രയും അധികം ആളുകൾ വരാറുണ്ടോ? ഒരു ദിവസം എൻ്റെ ജനതാ ദർബാറിൽ നിങ്ങൾ വന്നു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 5000-ഓളം ആളുകളാണ് ദിവസവും വരുന്നത്. ഈ രീതിയിൽ നേതാക്കളുടെ ചെലവുകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നേതാക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഒരു തരത്തിലും അഴിമതി കാണിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവർ അഴിമതി കാണിക്കുകയാണെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ നൽകുകയും വേണം. നോക്കൂ, 2.5 ലക്ഷം കോടി രൂപയാണ് നമ്മൾ ഈ രാജ്യത്ത് ടണലുകൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ PPP മോഡലിൽ പണം സ്വരൂപിച്ചുകൊണ്ട് മാത്രമേ ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ പണം തിരികെ കൊടുക്കണമെങ്കിൽ ടോൾ ഏർപ്പെടുത്തുകയും വേണം. മറ്റു മാർഗങ്ങളില്ല. നോക്കൂ സാർ, താങ്കളുടെ വകുപ്പ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ടോൾ ബൂത്തിൽ 10 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് പണം കൊടുക്കാതെ പോകാമെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ നിന്ന് തന്നെ പല പരാതിയും വരുന്നുണ്ട്. എല്ലാ ടോൾ ബൂത്തുകളിലും നല്ല ബ്ലോക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ അവരിൽ നിന്നും പണം ഈടാക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ അത് പരിഹരിക്കാൻ ഞാൻ പുതിയൊരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് ടോളിലാണ് ഏറ്റവും കൂടുതൽ ലൈൻ ഉള്ളത്, ബ്ലോക്കുള്ളത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്നലെ ഹരിയാനയിൽ നമ്മുടെ ടോൾ ബൂത്തിൽ നിന്നും ഒരു 500 മീറ്റർ അകലെയാണ് ബസ്സിന് തീപിടിച്ചത്. അത് കാരണം അവിടുത്തെ പോലീസ് 7 മണിക്കൂറോളം ആ റോഡിലെ ഗതാഗതം ബ്ലോക്ക് ചെയ്തു. പക്ഷേ അതിൻ്റെ ചീത്തയും കേട്ടത് നിതിൻ ഗഡ്കരിയാണ്. ഞാൻ ഹരിയാനയിലെ ചീഫ് സെക്രട്ടറിക്ക് ഇന്നലെ കത്തെഴുതിയതേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് 7 മണിക്കൂറൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത്? ആ അപകടത്തിൽപ്പെട്ട വണ്ടി സൈഡിലേക്ക് മാറ്റി അതിൻ്റെ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. സാധാരണ ആളുകൾക്ക് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അവരെല്ലാം ചീത്ത വിളിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ടോൾ ബൂത്തിലാണ് ഈ തിരക്കുള്ളത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല 3-4 മാസത്തിനുള്ളിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഈ സാറ്റലൈറ്റ് ബേസ്ഡ് ടോൾ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഈ ടോൾ ബൂത്തുകൾ തന്നെ ഇല്ലാതാകാൻ പോവുകയാണ്. നോക്കൂ, ജനം എല്ലാം മറന്നു പോവുകയാണ്. ഞാൻ വന്നതിന് ശേഷമാണല്ലോ ഈ ഫാസ്ടാഗ് എന്ന് പറയുന്ന സർവീസ് തന്നെ ഉണ്ടായത്. അതിനു മുമ്പ് ടോൾ ബൂത്തിൽ പണം കൊടുത്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് ടോൾ ബൂത്തുകളിൽ എത്രത്തോളം തിരക്കും ക്യൂവും ഉണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാൾ 80% ക്യൂവും തിരക്കും കുറഞ്ഞിരിക്കുന്നു. പക്ഷേ പഴയകാലം ജനം മറന്നുപോയിരിക്കുന്നു. സാർ, താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ടോൾ ബൂത്തിൽ 10 മിനിറ്റിൽ കൂടുതൽ നമുക്ക് കിടക്കേണ്ടി വന്നാൽ ടോൾ കൊടുക്കാതെ പോകാൻ കഴിയുമെന്നുള്ള നിയമം ശരിക്കും ഉള്ളതാണോ? അങ്ങനെയൊരു നിയമമുണ്ട്.
പക്ഷേ ആ നിയമം പ്രാബല്യത്തിലാക്കാൻ തീർച്ചയായും വളരെ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, റോഡ് വളരെ മോശമാണെങ്കിൽ, ഗതാഗത യോഗ്യമല്ലെങ്കിൽ ടോൾ കൊടുക്കാതെ പോകേണ്ടതാണ്. ആ രീതിയിലുള്ള മാറ്റം ഞാൻ തീർച്ചയായും വരുത്തുക തന്നെ ചെയ്യും. റോഡ് വളരെ മോശം സാഹചര്യത്തിലാണെങ്കിൽ അവിടെ ജനം പണം കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നത് അന്യായം തന്നെയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഉത്തരവാദിത്തം തീർച്ചയായും ആ മേഖലയിലുള്ള NHAA ഓഫീസർക്കും ആ റോഡ് പണിത കോൺട്രാക്ടർക്കുമായിരിക്കും. ജനങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കാതിരിക്കുകയും പകരം തുക അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ AC റൂം ബുക്ക് ചെയ്തിട്ട് അവിടുത്തെ AC വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ AC റൂമിൻ്റെ പണം നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നെങ്കിൽ അത് തെറ്റല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. റോഡ് മോശമാണെങ്കിൽ ഒരിക്കലും ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കാൻ പാടില്ല. വളരെ പേഴ്സണലായി തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇതിന് ഉചിതമായ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക തന്നെ ചെയ്യും.